ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചി കുത്തി തുറന്ന് പണം കവർന്നിരിക്കുകയാണ്. ബാലരാമപുരം പുന്നക്കാട് ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. ക്ഷേത്രത്തിലെ CCTVയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. ജിബിൻ JB വിവരങ്ങളുമായിട്ട്. ജിബിൻ, വളരെ നൈസായി വന്ന് മോഷണം നടത്തി പോകുന്ന ഒരാളാണ്. കയ്യിലെന്തോ ഉണ്ടല്ലോ. എന്താണ് ജിബിൻ, എന്താണ് പോലീസ് നൽകുന്ന സൂചന? എന്തെങ്കിലും വിവരം കിട്ടിയോ? ദിവിഷ്, ഈ ബാലരാമപുരത്തിന് സമീപമുള്ള പുന്നക്കാട് നൈനാങ്കോണം ക്ഷേത്രത്തിലാണ് ഈ വെള്ളിയാഴ്ച രാത്രിയോടുകൂടി ഒരു മോഷണം നടന്നത്. ആദ്യഘട്ടത്തിൽ ഈ ഒരു ഭണ്ഡാരം ഇളക്കിയെടുത്ത് അവിടെ ഇരുന്ന് പരിശോധിച്ചിട്ടാണ് പോയേക്കണ കക്ഷി അല്ലേ? ആദ്യം ഈ ക്ഷേത്രത്തിൽ ശ്രീകോവിലിന് മുന്നിൽ ഉണ്ടായിരുന്ന കാണിക്ക വഞ്ചി കുത്തി തുറന്ന് ആദ്യം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരാളാണെന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കുക. കാരണം മുട്ടിലിഴങ്ങിയ ആ ശ്രീകോവിലിന്റെ മുന്നിലേക്ക് എത്തി അവിടെ ഉണ്ടായിരുന്ന കാണിക്ക വഞ്ചി കുത്തി തുറന്ന് അതിലുള്ള ഭണ്ഡാരപ്പെട്ടിയിലുണ്ടായിരുന്ന പണം എടുത്തതിന് ശേഷം അവിടെ തന്നെ കുറേ നേരം ഇരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ദൈവത്തോട് പ്രാർത്ഥിക്കാൻ എന്തെങ്കിലും ആയിരിക്കും, ക്ഷമിക്കണമെന്നല്ലോ പറയുന്നുണ്ട്. അപ്പോൾ കുറേ നേരം അവിടെ ഇരുന്ന് അദ്ദേഹം അത് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് വീണ്ടും ആ പണമൊക്കെ ആയിട്ട് തിരികെ പോകുന്നത്. ഏകദേശം 10,000-ഓളം രൂപയാണ് ആ കാണിക്ക വഞ്ചിയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ കള്ളന് തെറ്റുപറ്റി. കാരണം CCTV ഒന്നും വർക്കിംഗ് അല്ല എന്ന് കരുതിയാണ് കള്ളൻ ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് മോഷണത്തിനായി കയറിയത്. പക്ഷേ ഈ CCTV വർക്കിംഗ് ആയിരുന്നു. അതുമാത്രമല്ല, ഈ മോഷ്ടാവിൻ്റെ വ്യക്തമായ ചിത്രം തന്നെ ഈ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ ഈ വലയൊന്നും പിടിച്ച് തെളിയാതെ കിടക്കുന്ന CCTV ക്യാമറ അല്ല ക്ഷേത്രത്തിലുണ്ടായിരുന്നത്. വ്യക്തമായി തന്നെ കള്ളൻ ആരാണെന്ന് മനസ്സിലാവുന്ന തരത്തിലുള്ള വ്യക്തമായ ചിത്രങ്ങളാണ് ആ CCTVയിൽ പതിഞ്ഞിട്ടുള്ളത്. എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ CCTV ദൃശ്യങ്ങൾ കൂടി ലഭിച്ചതുകൊണ്ട് എന്തായാലും ഉടൻ തന്നെ പ്രതിയെ പിടികൂടാനാകും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്.